ഫ്രണ്ട്സ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കണടാ. മുടി കയറിയൊന്നുമില്ല, നനഞ്ഞ മുടിയാണ് ഇങ്ങനെ കെട്ടി വെച്ചോണ്ടിരിക്കുന്നത്. മുടി കയറിയൊക്കെ തുടങ്ങാം. ഇപ്പം അതിലൊരു സ്ഥലത്തിരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ബാക്കി ഉണ്ട് കണ്ടിരിക്കുന്നു. തുണി നൂലൊന്നുമില്ല അവന് കാണിക്ക് ഇവാന്. അപ്പം എല്ലായിടും ഓണമൊക്കെ ഏതുവരെ അടുത്ത ദിവസം ഓണമല്ലേ. എനിക്കും ഓണം ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ട്. തിരുവോണം ഇതുവരെ ഞങ്ങളോട് നല്ല സൂപ്പറായിട്ട് അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. അറിഞ്ഞൂടാ, ചേച്ചീനെയൊക്കെ വിളിച്ചു നോക്കണം തിരുവോണം ഇവിടെ ആഘോഷിക്കാമോ. എന്നാലും ചേട്ടൻ സമ്മതിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. തിരുവോണം മിക്കവാറും അവിടെ ആയിരിക്കും വേണ്ടത്. എനിക്കിവിടെ ആഘോഷിക്കണമെന്നുണ്ട്. അവിടെ ഞാൻ ആഘോഷിച്ച ഇവിടെ എൻ്റെ അമ്മ ഒറ്റയ്ക്കായിരിക്കും. നമുക്ക് നോക്കാം തിരുവോണം എവിടെയാണെന്ന്. ഞാൻ വേറൊരു വീഡിയോ പറയാനായിരിക്കും കേട്ടാ. പിന്നെ എല്ലാ വർഷവും ഓണത്തിന് ഒരു 3 വർഷം മുമ്പ് വരെ ഞാൻ ഓണത്തിന് ഊഞ്ഞാലി വേണം നിർബന്ധം പിടിക്കുമായിരുന്നു. അപ്പോൾ ഊഞ്ഞാലും വേണ്ട ഒന്നും വേണ്ട, സമാധാനം കിട്ടിയാൽ മതിയെന്ന് എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കാൻ നോക്കും. ഊഞ്ഞാലിയുടെ ഒരു മാവൊക്കെ ഉണ്ടായിരുന്നു. ആ മാവൊക്കെ വയസ്സായി. ഊഞ്ഞാലിട്ടുകൊണ്ടിരുന്ന കമ്പൊക്കെ ഒടിഞ്ഞ് അത് ചെത്ത് പോയി. അങ്ങനെ ഓർമ്മകൾ മാത്രമായിട്ട് ആ മാവ് നിൽക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അത് ഞാനൊരു ഷോർട്സിൽ കാണിക്കാം നിങ്ങൾക്കിനി. വയസ്സാ മാവ്. ഊഞ്ഞാലിട്ടാണ് മാമുണ്ട്, എല്ലാ വർഷവും ഇട്ടാണ് മാമനൊക്കെ അപ്പുറത്തുണ്ട്. പക്ഷെ ഊഞ്ഞാലിടാൻ മരമില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എനിക്ക് ഓണത്തിന് നിർബന്ധമുള്ളൊരു ബോളില്ലേ, കളർ ബോളും മറ്റേ മഞ്ഞക്കോടി, അതും നിർബന്ധമായിരുന്നു. അമ്മ എനിക്കുണ്ടായിരുന്നു. അപ്പം ബോള്, മഞ്ഞക്കോടി, ഡ്രസ്സ് മാച്ച് തരുമായിരുന്നു കേട്ടാ. അമ്മമ്മ പോയി കഴിഞ്ഞിട്ട് പിന്നെ മമ്മി മാച്ച് തരും. നല്ലവരൊക്കെ അങ്ങ് നേരത്തെ പോയി. ഈ തവണ ഓണത്തിന്, കഴിഞ്ഞ വർഷം ഓണത്തിന് ഉണ്ടായിരുന്നു കേട്ടാ, വലിയച്ഛൻ ഉണ്ടായിരുന്നു. ഇവാൻ്റെ നൂലിയെട്ടിന് വലിയച്ഛനാണ് ചിക്കനൊക്കെ വെച്ചത് ഇവിടെ. വലിയച്ഛൻ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, 3 ദിവസം ഉണ്ടായിരുന്നു. വലിയച്ഛൻ നവംബർ 2 മരിച്ചു. 1 വർഷമാകുമ്പോൾ വലിയെണ്ണയില്ല അത്തായിട്ട് 3 വർഷം കഴിഞ്ഞ്. ഈ വർഷം വരുമ്പോൾ ഡിസംബർ ആകുമ്പോൾ 4 മാസം, 4 വർഷം. അങ്ങനെ നഷ്ടങ്ങളോട് നഷ്ടങ്ങളാണ്. അതുപോലെ അമ്മ ഓണത്തിന് 3 പേരില്ല. അമ്മാമ്മ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലായിരുന്നു കേട്ടാ. ഞാൻ, അമ്മ, ചേച്ചി ഹസ്ബൻഡ് എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മമ്മ വരുന്ന ശേഷം ഞാൻ, മമ്മി, ചേച്ചി ഹസ്ബൻഡ് അവർ ജോലിക്കായിട്ട് നമ്മളെ മിട്ടുപ്പനെ കൊണ്ടുപോയി. മിട്ടുപ്പനെ ഈ വീഡിയോയിലൊന്ന് എൻ്റെ യൂട്യൂബിൽ ആദ്യ ഷോർട്സ് മിട്ടുപ്പൻ്റെയാണ്. അതിപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. മിട്ടുപ്പ ഉണ്ട് അതിൽ. മിട്ടുപ്പ ഇല്ല, ഇപ്പം ആരുമില്ല. ഇപ്പം ഞാനും മമ്മിയും മാത്രം. ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ മാത്രം. അതുകൊണ്ട് ചട്ടമ്പി പാറു വന്നിരിക്കുന്നു. ചട്ടമ്പി പാറു വീഡിയോയിൽ ചട്ടമ്പി പാറാണ് അങ്ക ഓരോരുത്തർ ഇരിക്കൂല, കിടക്കൂല. ചട്ടമ്പിയാണ് ഞങ്ങൾ. 1 വയസ്സാകുമ്പോൾ അല്ലേ മക്കളെ ഓണം ആഘോഷിക്കണ്ടേ. ഇവാൻ ഓണം ഉണ്ട് കേട്ടോ. ഇവാന് എവിടെയായാലും ഇവാൻ്റെ അച്ഛൻ ഡ്രസ്സ് എടുത്തു കൊടുക്കും. ഇവാന് എല്ലാം, എനിക്ക് കിട്ടാത്തെല്ലാം ഞാൻ അവൻ നേടണോ. അപ്പം അവന് ഡ്രസ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലായിടും ഓണമൊക്കെ ഏതുവരെ എന്ന് പറയണേ കേട്ടോ. ഈ വർഷമെങ്കിലും ഓണത്തിനൊരു ഫോട്ടോഷൂട്ട് എടുക്കണമെന്നുണ്ട്. സാരിയെക്കുറിച്ച് നടക്കുമായിരിക്കില്ലേ. നടക്കണം. ഞാൻ പിടിച്ച് എണീക്കാൻ നോക്കുകയാണ്. നല്ല വൈകിട്ടത്തെ വെയിൽ കണ്ടോ ഫ്രണ്ട്സ്. ഈ കൈകൾ മോതിരമൊക്കെ സ്വർണ്ണമാക്കുന്നുണ്ട്. നടക്കുമെന്തോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ? ഞാൻ തിങ്കളാഴ്ച പോകും കേട്ടോ. ഞായറാഴ്ച ചേട്ടൻ പണിയുണ്ടെന്ന്. ഞായറാഴ്ച വൈകിട്ട് വരും ചേട്ടൻ. തിങ്കളാഴ്ച കൊണ്ടുപോകാൻ വരും. ഇവിടെ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല. എന്തെങ്കിലും ചെയ്തു തുടങ്ങി ഇങ്ങനെ വരും. എൻ്റെ മുടി കുത്തിപ്പിടിക്കാനും എന്നെ പിടിച്ച് എന്നെ വലിച്ചിഴച്ച് കുടിച്ച് തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. അവനെ ലോങ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. കുറേ കാര്യം പറയണമെന്ന് വെച്ചാണ് വന്നത്. നടക്കൂല. ജമ്മകാലം സമ്മതിക്കുമെന്ന് പ്രതീക്ഷിക്കണം ഫ്രണ്ട്സ് നിങ്ങൾ.
അവൻ പറയാണ് കുറ്റങ്ങൾ കേട്ടാ. പേടിക്കണ്ട, ഇതൊക്കെ സ്വാഭാവികം. ഇതാണ് ഞാൻ ലോങ്ങോ ഷോർട്സ് ഒക്കെ ഇടാൻ ചില ദിവസം താമസിക്കുന്നത്.